വസ്ത്രധാരണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് അല്ലേ. പലപ്പോഴായി അതിൽ ആ വിഷയങ്ങളിൽ സംസാരങ്ങളും സംവാദങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഫെമിനിസ്റ്റുകൾ വരികയും അവരായിട്ട് നമ്മൾ വളരെ മാന്യമായ സംവാദങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ മല്ലു അനലിസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തൊരു സ്ത്രീയെ റിയാക്ട് ചെയ്തുകൊണ്ട് മല്ലു അനലിസ്റ്റ് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഒരു പുരുഷന്റെ നോട്ടം എന്താണെന്ന് മറ്റൊരു പുരുഷന് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു പുരുഷൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ അവൻ വ്യവസ്ഥകൾ വെക്കുന്നത്. താൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവൻ തീരെ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അവൻ വ്യവസ്ഥകൾ വെക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തും ഇനി അങ്ങോട്ട് നടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്ത് തന്നെയായാലും സ്ത്രീകൾ മാന്യമായി എത്രത്തോളം നല്ല വസ്ത്രം ധരിക്കുന്നു അത്രത്തോളം അവരെ സമൂഹം അംഗീകരിക്കും. പക്ഷേ ഇതിലെ പൊള്ളത്തരവ് പുതിയ ജനറേഷനിലെ കുറെ പേരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ത്രീ അവരുടെ അഭിപ്രായം പറയണം വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാന്യമായ വസ്ത്രം ധരിച്ചാൽ അത്രത്തോളം സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും എന്നുള്ള അവരുടേതായ കുറച്ച് കാഴ്ചപ്പാടുകൾ. അത് എന്തുകൊണ്ട് പുരുഷൻ നല്ല വസ്ത്രം ധരിക്കണമെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് പറയുന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ കാരണം പുരുഷൻ്റെ ചിന്ത ശരിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയുടെ അഭിപ്രായം പറയാണ്. അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് മല്ലു അനലിസ്റ്റ് പറയുന്നത് ഇത് പൊള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയാൻ ഒരുപാട് പോയിന്റുകൾ പറയാൻ ശ്രമിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ വിഷയത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫെമിനിസ്റ്റായി നോക്കാം. ഓക്കെ, ഫെമിനിസ്റ്റ് ആയിക്കൊണ്ട് ഇവർ പറയുന്നത് ഇവർ ഫെമിനിസ്റ്റാണ്, സ്ത്രീപക്ഷവാദിയാണെന്നൊക്കെയാണ്. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ, പ്രത്യേകിച്ചും അത് പുരുഷന്മാരാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവർ പറയാം അത് മാൻസ്പ്ലെയിനിങ് ആണെന്നാണ്. മാൻസ്പ്ലെയിനിങ് എന്ന് വെച്ചാൽ സ്ത്രീയുടെ കാര്യം നോക്കാൻ സ്ത്രീക്കറിയാം, അതിൽ ആരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, പ്രത്യേകിച്ചും പുരുഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതില്ല. പുരുഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മാൻസ്പ്ലെയിനിങ് ആണ് എന്നുള്ളതാണ് പൊതുവെ ഫെമിനിസ്റ്റുകളുടെ ഒരു ടെർമിനോളജിയാണ്. ആ ഒരു ടെർമിനോളജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മല്ലു അനലിസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിലുള്ളൊരു മാൻസ്പ്ലെയിനിങ് ആണ്. ഓക്കെ, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ ഒരു അഭിപ്രായം പറയുന്നു. ആ വിഷയത്തിൽ അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സ്ത്രീയായ നിങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു രീതി അത് മാൻസ്പ്ലെയിനിങ് അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്താണ് അത് പറയേണ്ടതുണ്ട് അല്ലേ. അവിടെ ഒരു ഫെമിനിസ്റ്റ് ടെർമിനോളജി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ബെനവലൻറ്റ് പാട്രിയാർക്കൽ ടോണാണ് യഥാർത്ഥത്തിൽ മല്ലു അനലിസ്റ്റിൻ്റെ മൊത്തം വീഡിയോക്കുള്ളത്. അതായത് സ്ത്രീകൾക്ക് എന്ത് ചെയ്യില്ല, സ്വന്തം ആ സംസാരിച്ച സ്ത്രീക്ക് സ്വന്തം വസ്ത്രധാരണത്തെക്കുറിച്ച് അവർ പറഞ്ഞ മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായം അത് ശരിയല്ല. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ബെനവലൻറ്റ് പാട്രിയാർക്കൽ ടോണിൽ എന്ത് ചെയ്യാണ് ഈ പറഞ്ഞ പുരുഷനായിട്ടുള്ള മല്ലു അനലിസ്റ്റ് അവർക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്ത്രീക്ക് എന്താ ഏജൻസി ഇല്ലേ, സ്ത്രീക്ക് എന്താ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ. അതേപോലെ തന്നെ ഒരു എപ്പിസ്റ്റമിക് പാറ്റേണലിസമാണ് യഥാർത്ഥത്തിൽ അറിവിൻ്റെ ഒരു അധികാര പ്രയോഗം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് ഇതിനെ കാണാൻ അല്ലേ. സാധാരണ നമ്മളെന്തെങ്കിലുമൊക്കെ സ്ത്രീകളുടെ വസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാൽ അത് പറയാം മാൻസ്പ്ലെയിനിങ് ആണ് എങ്കിൽ ഇവിടെ സ്ത്രീക്ക് മറുപടി ആയിക്കൊണ്ട് മല്ലു അനലിസ്റ്റ് പറഞ്ഞതും മാൻസ്പ്ലെയിനിങ് ആണ്. അത്രത്തോളം നല്ല വസ്ത്രം ധരിക്കുന്നു അത്രത്തോളം അവരെ സമൂഹം അംഗീകരിക്കും. പക്ഷേ ഇതിലെ പൊള്ളത്തരവ് പുതിയ ജനറേഷനിലെ കുറെ പേരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിവുള്ള സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന പല പുരുഷന്മാരുടെയും ഈ സ്വഭാവത്തെയാണ് മാൻസ്പ്ലെയിനിങ് എന്ന് പറയുക. ഓവർ കോൺഫിഡന്റ് ആയി പുച്ഛത്തോടുകൂടി ഒരു വിഷയത്തെപ്പറ്റി മണ്ടത്തരം പറയുക. ആണായതുകൊണ്ട് മാത്രം ലോകത്തിലെ ഏത് പ്രശ്നത്തെക്കുറിച്ചും പെണ്ണുങ്ങൾക്ക് ലെക്ചർ എടുത്തു കൊടുക്കാമെന്നതാണ് ഇവരുടെ ചിന്ത. ഈ വ്യക്തി ഒരു പുരുഷനാണ്, പുരുഷൻ സ്ത്രീയുടെ കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാൻസ്പ്ലെയിനിങ് ആണെങ്കിൽ ഇവിടെ ചെയ്തത് ഏറ്റവും നല്ല എപ്പിക് ആയിട്ടുള്ള ഒരു മാൻസ്പ്ലെയിനിങ് ആണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഞങ്ങൾക്ക് ആ വാദമില്ല. കാരണം ഞങ്ങൾ പറയുന്നത് ഏത് വിഷയത്തിലും ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കും. അത് നേരിട്ട് അത് അനുഭവിക്കുന്നവർ തന്നെ പറയണം. അനുഭവിക്കുന്നവർ പറയുന്നതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ടാവും. എന്നാൽ അതേ സമയത്ത് ആ വിഷയത്തിൽ ധാരണകളുള്ളവർ, ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻപുട്ടുകളുള്ളവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ആണിന് പെണ്ണിൻ്റെ വിഷയത്തിലോ പെണ്ണിന് ആണിൻ്റെ വിഷയത്തിലോ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടൊന്നും ശരിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇവർ പറയുന്ന മാനദണ്ഡങ്ങൾ വെച്ച് ഇത് മാൻസ്പ്ലെയിനിങ് ആണ്. ഓക്കെ, ബാക്കി എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വേറൊരു വീഡിയോക്ക് റിയാക്ട് ചെയ്യാണ്. ഒരു സ്ത്രീകളുടെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറയാൻ വേണ്ടി പറയുന്ന ചില ഉദാഹരണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചില കാരണങ്ങളും അതിന് അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളും നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം. പെൺകുട്ടികളെ സമർത്ഥമായി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നോക്കാം. സർ, ഈ മോഡേൺ ഡ്രസ് ധരിക്കുന്നത് എന്ത് കുഴപ്പമുണ്ടോ? അതിന്റെ ഡിസൈനിൽ സ്ത്രീക്കെതിരായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ ഡ്രസ്സുകളല്ല പെൺകുട്ടികളെ, അതിന്റെ ഡിസൈൻ നോക്കുമ്പോൾ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആണ് എങ്ങനെയാണ് ഒരു പെണ്ണിനെ നോക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. പിന്നെ ഫെമിനിസ്റ്റുകൾ വിളിക്കുന്നത് മെയിൽ ഗേസ്.
ഫിറ്റ് ആയ ഡ്രസ്സ്, സ്ത്രീകളുടെ ഏത് പാട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും ഫീമെയിൽ ഡ്രസ്സിന്റെ ഡിസൈൻ പോകുന്നത്. ഇനി നിങ്ങൾ ഒരു ആണിന്റെ ഡ്രസ്സിനെ വെസ്റ്റേൺ ഫാഷനിൽ ഏത് രീതിയിലാണ് കൺസെപ്റ്റലൈസ് ചെയ്ത് നോക്കുക. ഒന്നുകിൽ കംഫർട്ട്, അതല്ലെങ്കിൽ സീരിയസ് നേച്ചറിനെ കാണിക്കാനായിരിക്കും. ഫുൾ കൈയുള്ള ഷർട്ട്, ടൈ, കോട്ട്, ഇതിലൂടെ ഒരു ബോൾഡ് നേച്ചറിനാണ് അവർ പ്രൊജക്ട് ചെയ്യാൻ നോക്കുന്നത്. സോ ഇവിടുത്തെ പ്രശ്നം കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാഷനെ ക്രിട്ടിക് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട് സ്ത്രീയെ ജഡ്ജ് ചെയ്യുന്നത് അവളെ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. പക്ഷേ ഒരു ആണിനെ ജഡ്ജ് ചെയ്യുന്നത് ആണിന്റെ കോൺഫിഡൻസും പേഴ്സണാലിറ്റി ഒക്കെ പറഞ്ഞിട്ട്. സോ ഡ്രസ്സിംഗ് ഈസ് ഓൾവേസ് എ ചോയ്സ് ബിറ്റ്വീൻ ഒന്ന് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും വാല്യൂസും കോൺഫിഡൻസും കാണിക്കണോ, അതല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഗെയ്സിന്റെ ഒബ്ജക്റ്റ് ആയി കാണണോ എന്നുള്ളതാണ്. ഇതിൽ ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും പിന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. ഓക്കെ, ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഇത് ഫെമിനിസ്റ്റുകൾ പോലും മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫെമിനിസ്റ്റുകൾ തന്നെ ഈ വിഷയവുമായിട്ട് ഇത് ഒന്ന് മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ്, പ്രത്യേകിച്ച് റാഡിക്കൽ ഫെമിനിസ്റ്റുകളുടെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രം, അത് പുരുഷാധിപത്യ കോർപ്പറേറ്റുകൾ പുരുഷൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാകാൻ പറ്റുന്നൊരു കാര്യമാണ്. മോഡേൺ ഡ്രസ്സുകൾ എന്ന് പറയുന്ന ഈ ഡ്രസ്സുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. അവിടെ എന്താണോ പുരുഷൻ ആവശ്യം, പുരുഷൻ ഏതൊക്കെ ഭാഗങ്ങളാണോ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത്, പുരുഷൻ ഏതൊക്കെയാണോ കാണേണ്ടത്, അത് കാണിക്കുന്ന രൂപത്തിൽ പുരുഷനാവശ്യം വരുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ വസ്ത്രം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും, അത് ഫെമിനിസ്റ്റ് ചിന്തകരടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വലിയൊരു സ്ത്രീ വിരുദ്ധത എന്ന രൂപത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അത് ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേപോലെ തന്നെയാണ് ഈ കംഫർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ കാണുന്നൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് അവർക്ക് കംഫർട്ടല്ല, അവർ യഥാർത്ഥത്തിൽ വലിയ പ്രയാസത്തിലാണ്. പക്ഷേ ഈ പറഞ്ഞ സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട് അവർ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരികയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോയിന്റുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നാണോ ചൂണ്ടിക്കാണിക്കുന്നത്, അതല്ല വേറെന്തെങ്കിലും മറുപടിയാണോ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നോക്കാം എന്താണ് അതിന് വരുന്ന മറുപടി. ഇങ്ങനെയൊന്നുമില്ല, മെയിൽ ഗേസ് ഇല്ല, അല്ലെങ്കിൽ മെയിൽ ഗേസ് ഉണ്ടെങ്കിലും അതിന് വേറെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അങ്ങനെ എന്തെങ്കിലും ആണോ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും വാല്യൂസും കോൺഫിഡൻസും കാണിക്കണോ, അതല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഗെയ്സിന്റെ ഒബ്ജക്റ്റ് ആയി കാണണോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഏതാണ്ട് 10 വർഷമായി വെസ്റ്റേൺ രാജ്യങ്ങളിൽ പഠിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. ഞാനിവിടെ വന്നതിന് ശേഷം സ്ത്രീകളുടെ കാര്യത്തിൽ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമുണ്ട്. അത് ഇവിടുത്തെ സ്ത്രീകളുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകളെ അപേക്ഷിച്ച് ഒരു വ്യത്യാസമുണ്ട് എന്നതാണ്. അതായത് പൊതുവെ ഇവർക്ക് നാട്ടിലെ സ്ത്രീകളെ അപേക്ഷിച്ച് കോൺഫിഡൻസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഞാൻ വൈഫിനോട് എന്റെ ഒബ്സർവേഷൻ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു ശരിയാണെന്ന്. അതിന് കാരണമായി അവൾ പറഞ്ഞത് നാട്ടിൽ ഇഷ്ടമുള്ള ക്ലോത്ത്സ് ഇടാൻ സ്ത്രീകൾക്ക് പറ്റാറില്ല. അപ്പോൾ ഇതാണ് അതിനുള്ള തെളിവ്. ഇവിടെ ആലോചിച്ചൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞത് എത്രമാത്രം വാലിഡായ പോയിന്റാണ്. ഈവൻ ഫെമിനിസ്റ്റുകൾ പോലും അക്നോളജ് ചെയ്തിട്ടില്ല. അക്നോളജ് ചെയ്യുന്നതല്ല, അവരാണ് അത് പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മെയിൽ ഗേസും ഇത്തരത്തിലുള്ള ഫാഷൻ ഇൻഡസ്ട്രിയുടെ പേരിൽ സ്ത്രീകളെ ഒബ്ജക്റ്റാക്കി മാറ്റുന്നതും ഒബ്ജക്റ്റിഫിക്കേഷനൊക്കെ ഫെമിനിസ്റ്റുകളാണ് കൂടുതൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ വിഷയങ്ങളെക്കുറിച്ച് പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്, അല്ലേ? പലതരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ തന്നെ പല വീഡിയോകളിലായിട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഫെമിനിസ്റ്റുകൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ വാലിഡായ പോയിന്റാണ്. അതിന് മറുപടി എന്താ? ഞാനിവിടെ യൂറോപ്പിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ സ്ത്രീകളൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, വൈഫും ഓക്കെ പറഞ്ഞു. ഇതാണ് വലിയ തെളിവ്. പ്രധാനപ്പെട്ട ചില ആർഗ്യുമെൻറ്റുകൾക്കുള്ള മറുപടി ഇതാണ്. വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫും ഓക്കെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഠനങ്ങൾ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് വെസ്റ്റേൺ സ്ത്രീകൾക്ക് അവർക്ക് കോൺഫിഡൻസ് കുറയുന്നു? എന്തിൻ്റെ പേരിൽ? ഈ പറഞ്ഞ ശരീരം പുറത്ത് കാണുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൾച്ചർ കൂടുതലായതിൻ്റെ പേരിൽ എന്തുകൊണ്ട്? അത് യഥാർത്ഥത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ രൂപത്തിൽ സമൂഹത്തിന് മുമ്പിൽ തൻ്റെ ബോഡി അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് എന്നുള്ളത് പ്രൈമറിയായി കാണിക്കപ്പെടുകയും ആ അപ്പിയറൻസ് നല്ലതല്ലെങ്കിൽ എന്ന ഒരു പേടി നിരന്തരം ഉണ്ടാവുകയും അതിനനുസരിച്ച് സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും സ്വന്തം ശരീരം ആ നിലക്ക് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, അതിന് പറ്റാത്ത വരുമ്പോൾ ഒരു സ്വന്തം ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക്, മാനസികമായ പ്രയാസങ്ങളിലേക്ക്, ആങ്സൈറ്റിയിലേക്ക്, ഡിസോർഡറുകളിലേക്ക്, മെൻ്റൽ പ്രയാസങ്ങളിലേക്ക് സ്ത്രീകൾ കൂടുതലായി, പ്രത്യേകിച്ചും യൂറോപ്യൻ സ്ത്രീകൾ കൂടുതലായിട്ടും തള്ളപ്പെടുന്നു എന്നുള്ളത് പഠനങ്ങളാണ്. ഇത് ഞാൻ പറയുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് കോൺഫിഡൻസ് കുറയുന്നു, അതേപോലെ തന്നെ ആങ്സൈറ്റി കൂടുന്നു, പലതരത്തിലുള്ള ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പഠനങ്ങളുള്ളത്. അതിനുള്ള മറുപടി എന്താ? വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫും ഓക്കെ പറഞ്ഞു. ഇതെന്ത് തെളിവാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആർഗ്യുമെൻ്റ് ഉന്നയിക്കുമ്പോൾ ഇതാണോ തെളിവ് പറയേണ്ടത്? വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് ഓക്കെ പറഞ്ഞു എന്നുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. പുറമേ കാണുന്ന ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് എന്ന പേരിൽ, ബോൾഡ് എന്ന പേരിൽ ഈ വസ്ത്രം ഇട്ടു എന്നുള്ളത് കൊണ്ട് ഉള്ള് അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ മാനസികാരോഗ്യം നന്നായിക്കൊള്ളുന്നില്ല. ആ വിഷയത്തിലാണ് പഠനങ്ങൾ. ഞാൻ പറയുന്നത് വെസ്റ്റേൺ സ്ത്രീകളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയെന്നല്ല, എൻ്റെ തോന്നലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട് പറയുന്നതോ ഒരു തെളിവല്ല. മറിച്ച് ആ വിഷയത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷനും സ്ട്രെസ്സും അതേപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് തവണ അത്തരം പഠനങ്ങളൊക്കെ കാണിച്ചാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് കോൺഫിഡൻസ് കുറയുന്നു എന്നാണ്.
കാരണം അവിടെ ഫിസിക്കൽ അപ്പിയറൻസിനാണ് പ്രാധാന്യം. ഫിസിക്കൽ അപ്പിയറൻസിന് പ്രാധാന്യം ഉണ്ടാകുമ്പോൾ ഓരോ നിമിഷവും ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു, എൻ്റെ ശരീരം എത്രത്തോളം ഈ പറഞ്ഞ ഫാഷൻ സ്റ്റാൻഡേർഡുകൾക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡുകൾക്ക് ഫിറ്റിനാകുന്നു എന്ന ചിന്തയായിരിക്കും നിരന്തരം ഉണ്ടാവുക. ആണിനെ അതല്ല. ആണിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കംഫേർട്ടുള്ള ഡ്രസ്സാണ് അവന് ധരിക്കുന്നത്, അവന് ഈ പറഞ്ഞ പ്രശ്നമില്ല. മറിച്ച് സ്ത്രീ എപ്പോഴും എന്ത് ചെയ്യാണ്, അവളുടെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പേരിൽ മാത്രം അവളുടെ വാല്യൂ ജഡ്ജ് ചെയ്യപ്പെടുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീവിരുദ്ധത. ഈ സ്ത്രീവിരുദ്ധതയ്ക്ക് വേണ്ടി പറയാനുള്ള ന്യായം എന്താ? പൊതുവെ ഇവർക്ക് നാട്ടിലെ സ്ത്രീകളെ അപേക്ഷിച്ച് കോൺഫിഡൻസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഞാൻ വൈഫിനോട് എൻ്റെ ഒബ്സർവേഷൻ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു ശരിയാണെന്ന്. എനിക്ക് കണ്ടപ്പോൾ അവർ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് അത് കോൺഫിഡൻ്റ് ആണ്. ഞാൻ എൻ്റെ വൈഫിനോടും ചോദിച്ചു, ആ വൈഫും കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ വെസ്റ്റേൺ സ്ത്രീകളുടെ വസ്ത്രമൊക്കെ അത് കംപ്ലീറ്റ്ലി അവരുടെ മാത്രം ചോയ്സാണ് എന്നുള്ളതാണ് ആ ഭാഗങ്ങളിലോട്ട്. വെസ്റ്റിലെ സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള ക്ലോത്ത്സ് ഇടുന്നു, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ വസ്ത്രമടക്കം എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഏതാണ്ട് പൂർണ്ണമായി കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ക്ലോത്ത്സ് ഇടുന്നു എന്നതിനുപരി അവനവന് ഇഷ്ടമുള്ള ഏത് ക്ലോത്ത്സ് ഇട്ടാലും കോൺഫിഡൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ജനിക്കുമ്പോൾ മുതലുള്ള കണ്ടീഷനിങ്ങിന്റെ റിസൾട്ടാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ വെസ്റ്റേൺ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വസ്ത്രം, അവർ ഈ മോഡേൺ ഡ്രസ്സ് ഇടുന്നത് കംപ്ലീറ്റ്ലി ചോയ്സാണ്. പൂർണ്ണമായും അവരുടെ വസ്ത്രധാരണം, മറ്റു കാര്യങ്ങളടക്കം വസ്ത്രധാരണം അവരുടെ പൂർണ്ണമായ ചോയ്സാണ്. ഓക്കെ, ഇത് ഒരു വാദമായിട്ട് നമ്മൾ എടുക്കട്ടോ. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേറൊരു വാദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് നിങ്ങൾ കേട്ടോളൂ. അതായത് ഈ പറഞ്ഞ മോഡേൺ ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് പുതിയ ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രസ്സ്, അത് എങ്ങനെയാണ് അത് ഏതെങ്കിലും തരത്തിൽ ചോയ്സ് അല്ലാതാവുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത സംസാരം കേൾക്കും. വെസ്റ്റേൺ സ്ത്രീകൾ ധരിക്കുന്ന മിക്ക മോഡേൺ ക്ലോത്ത്സും അവരുടെ പേഴ്സണാലിറ്റി, കോൺഫിഡൻസ്, വാല്യൂസ് ഒക്കെ കാണിക്കുന്ന, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവരെ ബോൾഡ് ആയി കാണിക്കുന്ന ക്ലോത്ത്സ് ആയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം കോർപ്പറേറ്റ്സ്, സിനിമകളൊക്കെ സ്ത്രീകളെ മോഡേൺ ക്ലോത്ത്സിന്റെ കാര്യത്തിൽ സ്വാധീനിക്കുന്നില്ല എന്നല്ല. പക്ഷെ അങ്ങനെ സ്വാധീനിക്കുമ്പോഴും അവർക്ക് ഏത് ക്ലോത്ത്സ് ഇടണം ഇടരുത് എന്ന കാര്യത്തിൽ സ്വന്തം തീരുമാനമെടുക്കാം. ഒരു പ്രത്യേക ടൈപ്പ് ക്ലോത്ത്സ് ഇട്ടില്ലെങ്കിൽ ഒരു മോറൽ പോലീസും അവരെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലില്ല. അപ്പോൾ എന്നാലോചിച്ച് നോക്കുക, ആദ്യം പറഞ്ഞ എന്താ, വെസ്റ്റേൺ സ്ത്രീകൾക്ക് ഈ മോഡേൺ ഡ്രസ്സ് ധരിക്കുന്ന ആളുകൾക്ക് അവരുടെ വസ്ത്രത്തിൻ്റെ വിഷയത്തിലടക്കം കംപ്ലീറ്റ് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ കോർപ്പറേറ്റുകൾ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചോയ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കോർപ്പറേറ്റുകളും സിനിമകളും ഒക്കെ അവരുടെ ചോയ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വലിയൊരു വൈരുദ്ധ്യമാണ് പറഞ്ഞത്. ഒരു ഭാഗത്ത് പറയുന്നത് അവരുടെ കംപ്ലീറ്റ് ചോയ്സാണ്, മറുഭാഗത്ത് പറയുന്നത് ഈ ചോയ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഇതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയാം. ഇദ്ദേഹം കണ്ടീഷനിങ് എടുക്കും എപ്പോൾ എന്നറിയോ, ഈ സാധാരണ മോഡസ്റ്റായ ഡ്രസ്സ് ധരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി മതപരമായ കാരണങ്ങൾ കൊണ്ടോ സാംസ്കാരിക കാരണങ്ങൾ കൊണ്ടോ മോഡസ്റ്റായ ഡ്രസ്സ് ധരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ഇയാളുടെ അഭിപ്രായം എന്താ, അവരങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ കാരണം കണ്ടീഷനിങ് ആണ്. മതപരമായിട്ടോ സാംസ്കാരികമായിട്ടുള്ള കണ്ടീഷനിങ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരത്തരത്തിലുള്ള നല്ല ശരീരം മറയുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ സ്ത്രീകളോ അവർ കംപ്ലീറ്റ് അവരുടെ ചോയ്സാണ് എന്ന് പറഞ്ഞിട്ട് നാക്കെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ വേറൊരു സ്ഥലത്ത് പറയണത്, ഈ പറഞ്ഞ രൂപത്തിൽ ഈ കോർപ്പറേറ്റുകളും സിനിമകളൊക്കെ അവരുടെ ഡ്രസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയാം. അതാണ് യൂറോപ്യൻ സ്ത്രീകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഈ പറഞ്ഞ സിനിമകളിലൂടെയും ഫാഷൻ ഇൻഡസ്ട്രിയിലൂടെയും പരസ്യങ്ങളിലൂടെയൊക്കെ നിരന്തരമായിക്കൊണ്ട് പെണ്ണിൻ്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാൻ, അവരുടെ ഹിപ്പ് റേഷ്യോ എത്രയാവണം, അവരുടെ ഓരോ കാര്യങ്ങൾക്കും, അവരുടെ ജോലൈനാകട്ടെ ബാക്കി എല്ലാ കാര്യത്തിനും ചില സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാൻ, ആ സ്റ്റാൻഡേർഡുകളിലേക്ക് എത്തിപ്പെടാൻ, അതിലേക്ക് ഫിറ്റിൻ ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മോഡേൺ ഡ്രസ്സ് ധരിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അവരൊരു കണ്ടീഷനിങ്ങിൻ്റെ ഇരയാണ്. അവരെ നിരന്തരം കണ്ടീഷൻ ചെയ്തിട്ട് അവരങ്ങനെ ആയാലേ അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ എനിക്കൊരു വാല്യൂ ഉള്ളൂ എന്നുള്ളത് അവർ ചിന്തിക്കുകയാണ്. മൊത്തത്തിൽ തന്നെ സാമൂഹികമായി തന്നെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ച് അത്തരത്തിലുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവുന്നുള്ളത്. നിരന്തരമായിക്കൊണ്ട് അവരുടെ വാല്യൂ ബേസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ അപ്പിയറൻസിലാണ് എന്ന് ധരിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ വിഷയങ്ങളിൽ പഠനങ്ങൾ തന്നെ ഉണ്ടാകുന്നു, ആ വിഷയങ്ങളിൽ സർവേകൾ നടക്കുന്നു, ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് ഇദ്ദേഹം പറയാണ്, ഒരു ഭാഗത്ത് ഇതൊക്കെ അക്നോളജ് ചെയ്യുക, മറുഭാഗത്ത് പറയുക അത് കംപ്ലീറ്റ്ലി അവരുടെ ചോയ്സാണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും പിന്നെ ഇദ്ദേഹത്തിൻ്റെ തെളിവ് നമ്മൾ നേരത്തെ കണ്ട് വൈഫിനോട് ചോദിച്ചതുമാണ്. ഈ രൂപത്തിലൊക്കെയാണ് ഇവർ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാറുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞ കൃത്യമായ പോയിന്റുകൾ, കോർപ്പറേറ്റുകൾ, മെയിൽ ഗെയ്സ്, അവരുടെ അജണ്ടകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുന്നൊരു കാര്യമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കംഫേർട്ട് യഥാർത്ഥത്തിൽ ശരീരം പുറത്ത് കാണിക്കുമ്പോഴല്ല. അത് ഇനി ആണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകളാണ് വേണ്ടത്. മറിച്ച് ഫിസിക്കൽ അപ്പിയറൻസിനനുസരിച്ച് വാല്യൂ ജഡ്ജ് ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുക. അവിടെ കോൺഫിഡൻസ് കൂടുതലല്ല ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇത്തരം വിഷയങ്ങൾ കൂടുതലായി നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോകളിൽ നമുക്ക് കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ശ്രമം.